Hi there, this is Abin here and welcome back once again. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഇമേജസ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് ഞാനിവിടെ 3 ഇമേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഇമേജസിൽ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തേൽ 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തേൽ 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഇമേജാണ് കറൻ്റ്ലി ഇരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് 1 2 3 എന്ന് പറഞ്ഞ് നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇമേജസ് എല്ലാം ഇതിൻ്റെ ആദ്യത്തെ ഇമേജിൻ്റെ നെയിം .png ഫോർമാറ്റിലാണ് ഞാൻ ഈ ഒരു ഇമേജ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ PNG ഇമേജസ് ആണ് ഇതെല്ലാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും PNG എന്ന് പറഞ്ഞ ഇമേജസ് കാണാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ച JPEG ഇമേജ് ആയിരുന്നു, JPG എന്നായിരുന്നു അതിൻ്റെ ഫോർമാറ്റ്. അതിൻ്റെ പേര് JPEG ഇമേജസ് എന്ന് പറയാം. ഇത് PNG ഇമേജസ് ആണ്. ഓക്കെ, PNG ഫോർമാറ്റിലുള്ള ഇമേജസ് ആണ്. ഇത് അൺകംപ്രസ്ഡ് ഇമേജസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പാരൻസി ഒക്കെ വേണമെങ്കിൽ അതും PNG ഇമേജസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. ഇമേജസിന് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഇമേജസ് എങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ കട്ടൗട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ കട്ടൗട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരാളുടെ ഭാഗം മാത്രം, അതില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ 3 മാത്രം കാണിക്കും, ബാക്കിയുള്ള ഭാഗമെല്ലാം ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. ഓക്കെ, അതെല്ലാം PNG ഇമേജസിലാണ്. JPEGൽ ട്രാൻസ്പാരൻസി സപ്പോർട്ട് ചെയ്യത്തില്ല. JPG ആണെങ്കിലും JPEG ആണെങ്കിലും ട്രാൻസ്പാരൻസി സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, PNG ഇമേജസിലാണ് ട്രാൻസ്പാരൻസി സപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല PNG ഇമേജസ് കുറച്ചും കൂടെ സൈസ് കൂടുതലുണ്ടായിരിക്കും. നേരത്തെ നമ്മൾ ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 20-30 KB ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 184 KBs ഉണ്ട്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ സൈസ് കൂടുതലായിരിക്കും. PNG ഇമേജസിനെല്ലാം തന്നെ ഇങ്ങനെയാണ്. പരമാവധി വെബ്സൈറ്റുകളിൽ എല്ലാത്തിലും തന്നെ JPEG ഇമേജസ് ആണ് യൂസ് ചെയ്യാറ്. PNG ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം ഇത് അൺകംപ്രസ്ഡ് ഇമേജസ് ഫോർമാറ്റാണ് PNG എന്ന് പറയുന്നത്. കംപ്രസ് ചെയ്യത്തില്ല. JPEG ആണെങ്കിൽ കംപ്രഷൻ ഉണ്ടായിരിക്കും. കംപ്രഷൻ ഉള്ളത് കാരണം ഇമേജിൻ്റെ സൈസ് കുറയും. നമ്മൾ മാനുവലായിട്ട് കംപ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി കംപ്രസ്ഡ് ആയിട്ടാണ് JPEG ഇമേജസ് ഒക്കെ വരാറ്. ഓക്കെ, ബട്ട് PNG ഇമേജസ് ഒട്ടും തന്നെ കംപ്രസ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. എല്ലാ ഇമേജസും നോക്കിക്കഴിഞ്ഞാൽ 185 165 അങ്ങനെ സൈസ് കൂടുതലായിരിക്കും. ഇത് സിമ്പിളായിട്ടുള്ള ഇമേജ് ആയതുകൊണ്ടാണ്. ഇനിയും ഇമേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 MB 2 MB എന്നൊക്കെ പറഞ്ഞ് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ബാൻഡ് വിത്ത് കുറവുള്ള സമയമാണെങ്കിൽ സാധാരണ വെബ്സൈറ്റുകൾ ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഉദാഹരണത്തിന് ഗൂഗിൾ ഇത്രയും പോപ്പുലറായിട്ട് നിൽക്കാനുള്ള കാരണം അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എത്രയോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് വരും. ഓക്കെ, ബട്ട് യാഹൂയിലും മൈക്രോസോഫ്റ്റിലൊന്നും അത്രയും സ്പീഡ് വരത്തില്ല. കുഴപ്പമല്ല എങ്കിലും ഇപ്പം റീസെൻ്റായിട്ട് അവർ ഏകദേശം അതിനോട് ഈക്വലായിട്ട് തന്നെ വരുന്നുണ്ട്. എങ്കിലും ഇത് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഫീച്ചർ കൊണ്ടുവന്നത് ഗൂഗിൾ ആയതുകൊണ്ട് തന്നെ അതിന് ഇപ്പോഴും പോപ്പുലാരിറ്റി ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അതർ ബ്രൗസേഴ്സിനും അല്ലെങ്കിൽ അതർ സെർച്ച് എഞ്ചിൻസിനും ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. എങ്കിലും ആദ്യം ഫീച്ചർ ഈ ഗൂഗിളാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സെർച്ച് റിസൾട്ട് കിട്ടും. അതുകൊണ്ട് ഭയങ്കര പോപ്പുലറായി വന്നു. ഓക്കെ, അത് മാത്രമല്ല ഗൂഗിൾ ഒരുപാട് ഫീച്ചേഴ്സും അവർ കൊടുക്കുന്നുണ്ട്. സെർച്ചിങ്, യൂട്യൂബ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ബ്രൗസറിലും ഡീഫോൾട്ടായിട്ട് ഗൂഗിൾ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് പോപ്പുലറാണ്. എനിവേ, അപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പരമാവധി ഇമേജസൊക്കെ എല്ലാവരും അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഇമേജസ് വെക്കേണ്ട സാഹചര്യമാണെങ്കിൽ അത് അതർ ഫോർമാറ്റുകളുണ്ട്. നമ്മുടെ വേവ് പോലത്തെ കുറച്ച് വേറെ ഫോർമാറ്റുകളുണ്ട്. ആ ഫോർമാറ്റുകളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചു തരാം, പിന്നീട് പഠിപ്പിക്കുന്നതായിരിക്കും. ആ ഫോർമാറ്റുകളൊക്കെ വെക്കുകയാണെങ്കിൽ ഈ അതർ ദാൻ JPEG PNG GIF ഫോർമാറ്റുകൾ അല്ലാതെ വേറെ കുറച്ച് ഫോർമാറ്റുകളുണ്ട്. പുതുതായിട്ട് ഗൂഗിൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില ഫോർമാറ്റുകളുണ്ട്. അത്തരം ഫോർമാറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. 20 KB 30 KB ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ ഇതിൻ്റെ അതേ സൈസുള്ള ഇമേജസ് ഒക്കെ. ഓക്കെ, സോ അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പിന്നീട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് നമ്മൾ ഒരു ഇമേജസിൻ്റെ പല ഇമേജസ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ അപ്പോൾ ഞാൻ 3 ഇമേജസ് ഉണ്ട്. 1.png, ഓരോന്നും 1 2 3 3.png എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു വെബ് പേജും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നമ്മൾ പല പേജസ്, അതായത് പല സൈസിനായിട്ട് ഇമേജ് കൊടുക്കണമെങ്കിൽ നമ്മൾ പിക്ചർ എന്ന് പറഞ്ഞ ഒരു ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിക്ചർ ടാഗാണ്. ഓക്കെ, പിക്ചർ എന്നിവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ടാഗിന് പ്രത്യേകിച്ച് ആട്രിബ്യൂട്ട്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ടാഗിൻ്റെ അകത്ത് നമ്മൾ ഏത് ഇമേജസ് ഏതൊക്കെ സ്ക്രീൻ വിഡ്ത്തിനാണ് കൊടുക്കുന്നത് എന്ന് ഡീഫോൾട്ടായിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ സോഴ്സ് എന്ന് പറഞ്ഞൊരു ടാഗാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇവിടെ സോഴ്സ് എന്ന് പറഞ്ഞ ടാഗ് വന്നിട്ടുണ്ട്. സോഴ്സിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് മീഡിയ. ഓക്കെ, മീഡിയ ആട്രിബ്യൂട്ട് ഇതിൽ മാത്രമല്ല നമ്മൾ CSSന് മീഡിയാസ് യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ മീഡിയാസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കറൻറ്റ് വ്യൂ പോർട്ട്, അതായത് ഈ ഒരു വ്യൂ പോർട്ടിന് എത്ര വിഡ്ത്തിലാണ് കറൻ്റ്ലി അത് റൺ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കാനായിട്ടാണ് മീഡിയ എന്നൊരു ആട്രിബ്യൂട്ട് നമ്മൾ നോക്കാറ്. ഓക്കെ, സോ മീഡിയ ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ് മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, മിൻ എന്നിട്ടിട്ട് ജസ്റ്റ് ഒരു ഡാഷ് ഇട്ടതിന് ശേഷം വിഡ്ത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, മീഡിയ ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമ്മളൊരു മിനിമം വിഡ്ത്ത് സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു മിനിമം വിഡ്ത്ത് 650, നമുക്ക് 650 px കൊടുക്കാം. ഓക്കെ, 650 px കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഇത്രയും ഈ വിഡ്ത്ത് ആണെങ്കിൽ പിന്നീട് ഏത് ഇമേജാണ് കാണിക്കേണ്ടത് എന്നാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ SRC സോഴ്സ് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇമേജാണ്. SRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് എന്നറിയാം. ഇതിന് തൊട്ട് താഴെ SRC സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഏത് ഇമേജാണോ കൊടുക്കേണ്ടത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1.png എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, 1.png കൊടുത്തിട്ടുണ്ട്. ഈ ടാഗും ക്ലോസ് ചെയ്യേണ്ടാത്ത ഒരു ടാഗാണ്. ഓക്കെ, ഇനി ഈ ടാഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുവാണ്. കോപ്പി ചെയ്തിട്ട് എൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണം താഴെ ഒന്നും കൂടെ. അപ്പോൾ നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, ഒരു കോപ്പിയും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 650 px ആണ് കൊടുത്തത്. ഇവിടെ ഞാൻ 450 px ആണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, 450 px കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇമേജ് സോഴ്സ് എന്ന് പറഞ്ഞ് മാറ്റി സെക്കൻഡ് ഇമേജ് കൊടുക്കുവാണ്. ഓക്കെ, ഇനി ഡീഫാൾട്ടായിട്ട് ഈ രണ്ട് സ്ക്രീൻ വിട്ട് ഇപ്പം 650 px ആണെങ്കിൽ ആദ്യത്തെ ഇമേജ് 1.png വരും. രണ്ടാമത്തെ അതായത് 450 px ആണെങ്കിൽ 2.png, അതായത് മിനിമം വിട്ട് ഇൻ ബിറ്റ്വീൻ 450 650 ആണെങ്കിൽ 2.png ആയിരിക്കും വരുന്നത്. ഇനി ഇത് രണ്ടും അല്ല എങ്കിൽ നമുക്ക് ഡീഫാൾട്ടായിട്ടൊരു ഓപ്ഷനും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ പഠിച്ചിട്ടുള്ള IMG ടാഗ് തന്നെയാണ്. ഓക്കെ, IMG ടാഗാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ IMG ടാഗിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ സോഴ്സാണ് കൊടുക്കേണ്ടത്. SRC എന്നാണ്. SRC സെറ്റ് അല്ല, ഇവിടെ സോഴ്സാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിവിടെ 3.png കൊടുക്കാൻ പോവാണ്. ഓക്കെ, 3.png വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ടാഗ് ജസ്റ്റ് ഫസ്റ്റ് ടാഗ് ഇമേജ് ടാഗും ഈ ടാഗുകളൊന്നും ക്ലോസ് ചെയ്യേണ്ടാത്ത ടാഗുകളാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് പിക്ചർ ടാഗിൻ്റെ അകത്ത് ഇവിടെ ഒരു അണ്ടർലൈൻ വരുന്നുണ്ട്, കുഴപ്പമില്ല, ആക്ച്വലി എററൊന്നുമല്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യത്തെ ഇമേജ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഇത്രയും ചെറിയ സൈസാണ് വെച്ചിരിക്കുന്നത്. അപ്പം 650 px ലോഡ് ഇരിക്കുന്നതുകൊണ്ട് അത് ഇത്രയാണ്. ആദ്യത്തെ 1.png ആണ്. ഇനി ഞാനിത് സൂം ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സൂം ഔട്ട് ചെയ്യുമ്പോഴും 1.png തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഈ സൈഡിലേക്കൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഇനി ഞാൻ സൂം ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അതായത് ഞാൻ സൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം രണ്ടാമത്തെ ഇമേജായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ സൂം ചെയ്യാൻ പോവാണ്. ഇപ്പം മൂന്നാമത്തെ ഇമേജ് മാറിയിട്ടുണ്ട്. ഓക്കെ, എനിക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഇവിടുന്ന് മൂന്നാമത്തെ ഇമേജ് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവുന്നുണ്ടോ. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഇമേജസ് മാറ്റാൻ സാധിക്കും. ഇത് ഇമേജസ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ വിട്ട്, അതായത് ഇപ്പം 650 pxൻ്റെയൊക്കെ ആ ഒരു ഇത് രണ്ടും എക്സീഡ് ചെയ്ത് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഡീഫാൾട്ടായിട്ടുള്ള തേർഡ് ഇമേജാണ് വന്നിരിക്കുന്നത്. ഡീഫാൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഇമേജ് സ്ക്രീൻ വിട്ട് 650 pxലേക്ക് കടക്കുന്ന സമയത്ത് സെക്കൻഡ് ഇമേജ് ചൂസ് ആവും. ഇനി സൂം ഔട്ട് ചെയ്യുമ്പം 450 pxലേക്ക് കടക്കുന്ന സമയത്ത് അതായത് മിനിമം വിട്ട് 450 px വരെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഇമേജാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പല ഇമേജസ് യൂസ് ചെയ്യുന്നതാണ്. ഇതൊന്നും മോസ്റ്റ്ലി യൂസ് ചെയ്യാറില്ല, എങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സാധാരണ CSSലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അലൈൻ ആയിട്ട്, അതായത് നമ്മൾ ഒരു ഇമേജ് തന്നെ കൊടുത്താൽ മതിയായിരിക്കും, അത് ഓട്ടോമാറ്റിക്കായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സാധാരണ വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്കിലും ഇങ്ങനത്തെ ഒരു ടാഗും കൂടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കുക. ഇതിൻ്റെ അകത്ത് ഈ ഒരു ടാഗ് പിക്ചർ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പിക്ചർ എലമെൻറ്റ്. ഓക്കെ, ആക്ച്വലി എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ ടാഗ് അതിൻ്റെ കണ്ടൻറ്റ് എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നിട്ടാണ് എലമെൻറ്റ് വരുന്നത്. പിക്ചർ ടാഗ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ വരത്തുള്ളൂ. പിക്ചർ എലമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് പിക്ചർ എലമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് സോഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിഫോൾട്ട് ഒരു ഇമേജ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ പിക്ചർ ക്ലോസ് ചെയ്യുന്ന കൂടി ചേർന്നിട്ടാണ് പിക്ചർ എലമെൻറ്റ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അപ്പ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഹെഡർ, സെക്ഷൻ, ഡിവിഷൻ അത്തരത്തിലുള്ള കുറച്ച് ടാഗ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. അതായത് വെബ് പേജ് പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഹെഡർ എന്ന് പറഞ്ഞാൽ മുകളിൽ, ഫൂട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗം, സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ വരുന്നത്, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫർദർ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്, പിന്നെ ആ സൈഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വരുന്നത്,
അങ്ങനെ വെബ് പേജ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ അതിന് വേണ്ടി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ്. ഹെഡറും ഫൂട്ടറും ഒക്കെ ഓപ്ഷണലായിട്ട് ഉപയോഗിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഹെഡറും ഫൂട്ടറും ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ DIV ടാഗ് മാത്രം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്കിതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. DIV ടാഗ് ഹെഡർ ഫൂട്ടർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഡീഫാൾട്ടായിട്ടൊരു സ്പേസ് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കാണുന്ന ഹെഡ് ടാഗും ഹെഡർ ടാഗും ഡിഫറൻ്റ് ആണ്. ഓക്കെ, സോ അതിൻ്റെ മുകളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഒരു വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ യൂസർ എന്താണോ കാണുന്നത് അതാണ് ഹെഡർ. ആ ഒരു വെബ് പേജിൻ്റെ ഏറ്റവും ലാസ്റ്റിക്ക് പോയി കഴിയുമ്പോൾ യൂസർ അതിൻ്റെ അടിയിൽ കോപ്പിറൈറ്റ് ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ വെബ്സൈറ്റിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്നതാണ് അത് ഫൂട്ടർ. പിന്നെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് സെക്ഷനൊന്നും അധികം ഉപയോഗിക്കാറില്ല. ഹെഡറും ഫുട്ടറും റയറായിട്ട് കുറച്ച് വെബ്സൈറ്റിൽ മാത്രം ഉപയോഗിക്കാറുണ്ട്. ബാക്കിയെല്ലാം ഡിവിഷൻ ടാഗ്സ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സെക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും.